നീലേശ്വരം കോൺവെന്റ് കവലയിലെ കുഴികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരമിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ എൻ ബാലകൃഷ്ണൻ. കാൽനട യാത്ര പോലും സാധിക്കാത്ത റോഡിന്റെ ശോചനീയാവസ്ഥ പലതവണ കാസർഗോഡ് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് അധികൃതർ പല സാങ്കേതിക തടസ്സം പറയുമ്പോഴും ദുരിതമനുഭവിക്കുന്നത് യാത്രക്കാരാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് ഏറെയും ബാധിക്കുന്നത് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കാണ്. മഴ വന്ന് കുഴികൾ നിറയുമ്പോൾ റോഡ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ശക്തമായി മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുകയും ഇത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. നീലേശ്വരത്തെ വ്യാപാര മേഖലയെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 2019 റോഡ് മെക്കാടം ചെയ്യാനുള്ള നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. പല കാരണങ്ങൾ കൊണ്ടും ഇഴഞ്ഞും മുടങ്ങിയും നീങ്ങിയ റോഡ് പ്രവൃത്തി ഒടുവിൽ 90% പൂർത്തിയായെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർമ്മാണം നിർത്തി കരാറുകാരൻ മുങ്ങുകയായിരുന്നു. ഇതോടെ പുത്തരിയടുക്കം മുതൽ കോൺവെന്റ് ജംഗ്ഷൻ വരെയുള്ള നിർമ്മാണവും നിലച്ചു. ഇപ്പോൾ ഇതുവഴി കാൽനട യാത്ര പോലും പറ്റാത്ത സ്ഥിതിയാണ്. മലയോര റോഡിന്റെ പ്രവേശന കവാടമായ നീലേശ്വരം കോൺവെന്റ് കവലയിലെ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുകയും അപകടക്കുഴികൾ നികത്തി ഉടൻ ഗതാഗതയോഗ്യമാക്കുകയും വേണമെന്നാവശ്യപ്പെട്ട് ഓണപ്പിറ്റേന്നാണ് പൊതുപ്രവർത്തകനും പാരൽ കോളേജ് മുൻ അധ്യാപകനുമായ നീലേശ്വരം തിരിക്കുന്നിലെ എൻ ബാലകൃഷ്ണൻ നിരാഹാര സമരം തുടങ്ങിയത്. നിരന്തരമായുള്ള മാധ്യമ വാർത്തകളെ തുടർന്ന് സന്ദീപ് വാര്യർ MLA സ്ഥലം സന്ദർശിക്കുകയും MLAയും നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫിയും അന്നുതന്നെ ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കോൺവെന്റ് കവലയിലെ അടിയന്തര അറ്റകുറ്റപ്പണിക്കായി MLA ഇടപെട്ട് 6 ലക്ഷം രൂപ പാസാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും പ്രവൃത്തി തുടങ്ങാൻ ഉദ്യോഗസ്ഥർ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് ബാലകൃഷ്ണൻ നിരാഹാര സമരമിരിക്കാൻ തീരുമാനിച്ചത്. 10 ലക്ഷം രൂപ ചെലവിട്ട് ചെയ്യാൻ തയ്യാറാക്കാതെ PWD കമ്മീഷൻ തരട്ടെ ഒരു വലിയ ബഹുജന സമരമായി നമുക്ക് മാറ്റിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. ഈ കുഴികൾ ഇനിയും ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് അവകാശിയാവാൻ പറ്റില്ല, നാട്ടുകാർ കഷ്ടപ്പെടാനും പാടില്ല എന്നാണ് ചെയർമാൻ മുഹമ്മദ് റാഫി ഇവിടെ വന്ന് പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ നാളെ തന്നെ ഇടപെടാനും ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന ഈ സ്ഥിതിക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നതുവരെ നിരാഹാരം തുടരാനാണ് ബാലകൃഷ്ണന്റെ തീരുമാനം. ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഉൾപ്പെടെ ഫയൽ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. MLAയും ഗവൺമെന്റും പറയുന്നത് PWD ഉദ്യോഗസ്ഥർ അനുസരിക്കണം, കേൾക്കണം. അല്ലാതെ അവരുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അതിൻ്റെ കടുത്ത ശിക്ഷ ഈ PWDയിലെ അഴിമതി വീരന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരും. കേരള ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി അടക്കം ഫയൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഈ സമരത്തിൻ്റെ ഭാഗമായി അതും ചെയ്യുന്നതായിരിക്കും. കാസർഗോഡ് വിഷൻ തന്നെ പൊതുപക്ഷം എന്ന ജനകീയ പരിപാടിയിലൂടെയും മറ്റു വാർത്തകളിലൂടെയും പലതവണയായി രാജാ റോഡിന്റെ വികസന മുരടിപ്പും പൊട്ടിപ്പൊളിഞ്ഞ ഓവുചാലുകളും കാൽനട യാത്ര പോലും സാധ്യമല്ലാതായി തീർന്ന നീലേശ്വരത്തെ റോഡുകളും ജനങ്ങൾക്ക് മുന്നിലും അധികൃതർക്ക് മുന്നിലും തുറന്നുകാട്ടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.